എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നവരാത്രി 7ാം നാൾ. ദേവി കാളരാത്രിയെയാണ് ഇന്ന് നാം ആരാധിക്കുന്നത്. നവരാത്രിയുടെ ഇന്നത്തെ നിറം ഓറഞ്ചാണ്. ഏവർക്കും നവരാത്രി ദിനാശംസകൾ. 7ാം നാളിൽ കാളരാത്രി ദേവിക്ക് സമർപ്പിക്കുന്ന പ്രസാദങ്ങൾ പുളിസാദം, കടലപ്പരിപ്പ് ചൊവ്വരി പായസം, പച്ചപ്പട്ടാണി ചൂണ്ടൽ എന്നിവയാണ്. 7ാം ദിവസം ദേവി കാളരാത്രിയെ ആരാധിക്കേണ്ട ദിനമാണ്. ഈ ദിനത്തിൽ ദേവിയുടെ രൗദ്രഭാവത്തെയാണ് ആരാധിക്കുന്നത്. ഭഗവതി ദേവിയുടെ 7ാമത്തെ രൂപമാണ് ദേവി കാളരാത്രി. മാ കാളരാത്രിയുടെ രൂപം വളരെ ശക്തമാണ്. ഇത് ദുർഗാദേവിയുടെ രൗദ്രഭാവങ്ങളായ അവതാരങ്ങളിൽ ഒന്നാണ്. ദേവി ജീവിതത്തിലെ മോശം സാഹചര്യങ്ങളെ നശിപ്പിക്കുകയും ദോഷങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ദേവി കാളരാത്രി പൈശാചിക ശക്തികളെ നശിപ്പിക്കുന്നു. നെഗറ്റീവ് ശക്തികൾ ദേവിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഭയപ്പെടുന്നു. കാളരാത്രിയെ ആരാധിക്കുന്നതിലൂടെ ഭക്തൻ എല്ലാത്തരം ഭയങ്ങളിൽ നിന്നും മോചിതനാകുകയും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു. എപ്പോഴും ശുഭകരമായ ഫലങ്ങൾ നൽകുന്നതിനാൽ അമ്മയെ ശുഭകരി ദേവി എന്നും വിളിക്കുന്നുണ്ട്. ദേവി കാളരാത്രിയുടെ സ്വഭാവം വളരെ ശക്തമാണ്. ദേവിയുടെ ശരീരത്തിൻ്റെ നിറം ഇരുട്ടുപോലെ കറുപ്പാണ്. ദേവിയുടെ കഴുത്തിൽ തലയോട്ടിയിൽ കോർത്ത മാലകളാണ് എന്നതാണ് സത്യം. അമ്മയുടെ 3 കണ്ണുകളിൽ നിന്ന് കോപത്തിൻ്റെ പ്രകാശകിരണങ്ങൾ പുറത്തു വരുന്നു. അത് ഇരുട്ടിനെ നശിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അമ്മയുടെ 4 കൈകളിലും മാലയും ആയുധവുമുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. ആദ്യത്തെ നിവേദ്യമായ പുളിസാദം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പുളിസാദം യാത്രാവേളകളിൽ കൊണ്ടുപോകാനും രാവിലത്തെ തിരക്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും വളരെ നല്ലതാണ്. പുളിസാദത്തിൻ്റെ മസാല ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ പുളിസാദം 1 മിനിറ്റ് പോലും വേണ്ട ഉണ്ടാക്കാൻ. കൂടാതെ സൈഡ് ഡിഷിൻ്റെ ആവശ്യം തന്നെ ഇല്ല. പപ്പടം, അച്ചാർ എന്നിവയുടെ കൂടെ കഴിക്കാം. പുളിസാദം ഉണ്ടാക്കുന്നതിന് ഒരു മസാല വറുത്ത് പൊടിക്കണം. ഇതിനാവശ്യമായ സാധനങ്ങൾ 2 സ്പൂൺ കൊത്തമല്ലി, 3/4 സ്പൂൺ കുരുമുളക്, 1/2 സ്പൂൺ ഉലുവ, 6-7 വറ്റൽമുളക്, 2 സ്പൂൺ വെള്ള എള്ള് എന്നിവയാണ്. നിങ്ങളുടെ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റൽമുളകും കുരുമുളകും എടുക്കുക. ഇനി ഒരു വലിയ നാരങ്ങ വലിപ്പത്തിൽ പുളിയെടുത്ത് വെള്ളമൊഴിച്ച് 10 മിനിറ്റ് കുതിർക്കാൻ വയ്ക്കുക. ഇളം ചുടുവെള്ളത്തിൽ കുതിർക്കാനിട്ടാൽ പുളി പെട്ടെന്ന് കുതിർന്നു വരും. പുളി ഞെരടി ചണ്ടി കളഞ്ഞ് പുളിവെള്ളം തയ്യാറാക്കി വയ്ക്കുക. മസാല വറക്കുന്നതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ എടുത്തു വെച്ച മല്ലി, മുളക്, കുരുമുളക്, ഉലുവ എന്നിവയിട്ട് സിമ്മിൽ വറക്കുക. എള്ള് ആദ്യം തന്നെ ചേർത്താൽ പെട്ടെന്ന് കരിഞ്ഞു വരും. അതുകൊണ്ട് ഇപ്പോൾ ചേർത്ത മസാല ഏകദേശം 3/4 ഭാഗം മൂത്തു കഴിഞ്ഞതിന് ശേഷം മാത്രം എള്ള് ചേർത്ത് വഴറ്റുക. എള്ള് വെളുത്തതോ കറുത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. മസാല ഏകദേശം മൂത്ത് മണം വരുന്ന സ്റ്റേജിൽ എള്ള് ചേർത്ത് കൊടുക്കാം. മസാല കരിയാതെ എന്നാൽ നല്ലപോലെ മൂത്ത് വരികയും വേണം. ഇനി വാങ്ങി അതേ പാനിൽ തന്നെ വെക്കാതെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി തണുക്കാൻ വയ്ക്കുക. തണുത്ത ശേഷം മിക്സി ജാറിലിട്ട് പൊടിക്കുക. ലേശം തരിയോടുകൂടി പൊടിച്ച മസാല ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി പുളിസാദം തയ്യാറാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു കടായി വയ്ക്കുക. കടായിലെ വെള്ളം വറ്റിയതിനു ശേഷം 1/4 കപ്പ് നല്ലെണ്ണ ചേർക്കുക. ഇത് നല്ലെണ്ണയിൽ തയ്യാറാക്കുവാൻ ശ്രദ്ധിക്കുക. കൂടാതെ കുറച്ച് കൂടുതൽ എണ്ണ വേണം. എണ്ണ ചൂടാവുമ്പോൾ 1 സ്പൂൺ കടുകും 1 സ്പൂൺ ഉഴുന്നുപരിപ്പും 1 സ്പൂൺ കടലപ്പരിപ്പും ചേർക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 3 വറ്റൽമുളക് 2ആയി മുറിച്ചത് ചേർക്കുക. കൂടെ 1/4 കപ്പ് നിലക്കടല കൂടി ചേർക്കുക. പച്ച നിലക്കടലയാണ് ചേർക്കുന്നത്. കുറച്ച് കറിവേപ്പില കൂടിയിട്ട് സിമ്മിൽ വറക്കുക. കടല നല്ലപോലെ മൂത്ത് വരണം. 3-4 മിനിറ്റ് എടുക്കും എല്ലാം തന്നെ നന്നായി വഴഞ്ഞു വരുവാൻ. കടലയുടെ കളർ മാറി മൂത്ത് കഴിഞ്ഞാൽ 1/2 സ്പൂൺ കായപ്പൊടി ചേർക്കുക. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പിഴിഞ്ഞു വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 സ്പൂൺ കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മസാല തിളച്ച് നല്ലപോലെ കുറുകി വരണം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കുക. മസാലയിൽ എള്ള് ചേർത്ത് പൊടിച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ മസാല കുറുകി വരും. ഇനി ഇതിലേക്ക് സ്പെഷ്യലായി നമ്മൾ 1 സ്പൂൺ ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചമണമെല്ലാം മാറി കുറുകി വന്നിട്ടുണ്ട്.
ഇത്രയും മസാല ആവശ്യമില്ലെങ്കിൽ കുറച്ചെടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി ആറിയ ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ആവശ്യാനുസരണം പുളിസാദം ഉണ്ടാക്കാം. നിങ്ങൾ എത്ര ചോറ് എടുക്കുന്നുവോ അതിനനുസരിച്ചാണ് മസാല ചേർക്കേണ്ടത്. ഒരു വലിയ കപ്പ് ചോറാണ് ഞാൻ ചേർക്കുന്നത്. അതിനനുസരിച്ചാണ് മസാല എടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ മസാലയിലാണ് ചോറ് മിക്സ് ചെയ്യുന്നത്. ചോറുണ്ടാക്കാൻ അരി പച്ചരി എടുക്കാൻ ശ്രദ്ധിക്കുക. മറ്റേത് അരിയുടെ ചോറാണെങ്കിലും മസാലയായിട്ട് ബ്ലെൻഡായി വരില്ല. ചോറ് കുഴഞ്ഞു പോവാതെ വേവിക്കണം. വെരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി പുളിസാദം റെഡി. ഇനി രണ്ടാമതായി നമ്മൾ ഉണ്ടാക്കുന്നത് കടലപ്പരിപ്പ് ചൊവ്വരി പായസമാണ്. തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഇതുണ്ടാക്കുന്നത്. ഇതിന് കടലപ്പരിപ്പ് 1/2 കപ്പ് കഴുകി വെള്ളമൊഴിച്ച് 1 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക. അതുപോലെ 1/4 കപ്പ് ചൊവ്വരിയും കഴുകി വെള്ളമൊഴിച്ച് 1 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കാം. 1 മണിക്കൂർ കൊണ്ട് ചൊവ്വരിയും കടലപ്പരിപ്പും നല്ലപോലെ കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം പരിപ്പും ചൊവ്വരിയും മുങ്ങിക്കിടക്കത്തക്കവണ്ണം ഒഴിക്കണം. ഏകദേശം 2 കപ്പ് വെള്ളം ഒഴിക്കുക. ഇനി കുക്കർ അടച്ച് 3 വിസിൽ വരെ വേവിക്കുക. ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കർ തണുക്കാൻ വയ്ക്കുക. 10 മിനിറ്റിന് ശേഷം കുക്കർ തുറക്കുക. പരിപ്പും ചൊവ്വരിയും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഉടഞ്ഞു പോയിട്ടുമില്ല. ഇനി ഇത് ചൂടോടെ ഒന്നുടച്ചു കൊടുക്കുക. പകുതി പരിപ്പ് ഉടയാതെ കിടക്കും. അങ്ങനെയാണ് ഈ പായസത്തിൽ വേണ്ടത്. ഇടയ്ക്ക് പായസത്തിൽ കടിക്കാൻ കിട്ടണം. അതാണ് സ്വാദ്. ഇനി ഇതിലേക്ക് 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. പൊടിച്ച ശർക്കരയാണ് നമ്മൾ ചേർക്കുന്നത്. നിങ്ങൾ സാധാ അച്ച് ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ 1/4 കിലോ ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ച് ഒഴിക്കുക. ശർക്കരയിൽ കല്ലും മണ്ണും ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഡയറക്റ്റായി ചേർക്കുക. ഇനി ഇത് കുറച്ചുകൂടി വായ്വട്ടമുള്ള പാത്രത്തിലേക്ക് മാറ്റി ഗ്യാസിൽ വയ്ക്കുക. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാല് കാച്ചി ആറിയത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് തിളയ്ക്കണം. ഏലയ്ക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചത് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്യിൽ വറുത്തെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് സിമ്മിൽ വറുക്കുക. അണ്ടിപ്പരിപ്പ് മൂത്ത് വരുമ്പോൾ മുന്തിരിങ്ങയിട്ട് വറുക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും മൂത്ത് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്യോടുകൂടി പായസത്തിൽ ചേർക്കുക. നല്ല സ്വാദിഷ്ടമായ കടലപ്പരിപ്പ് ചൊവ്വരി പായസം റെഡി. നിങ്ങൾ ഇതിനു മുമ്പ് ഈ രീതിയിൽ ഈ പായസം ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടമാവും. മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്തും ഇതുണ്ടാക്കാം. സിമ്പിൾ ആൻഡ് ടേസ്റ്റി കടലപ്പരിപ്പ് ചൊവ്വരി പായസം റെഡി. ഇനി മൂന്നാമതായി നമ്മൾ ഉണ്ടാക്കുന്നത് ഗ്രീൻ പീസ് ചൂണ്ടലാണ്. ഇത് ഉണങ്ങിയ ഗ്രീൻ പീസിലും ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ഫ്രഷ് ഗ്രീൻ പീസ് മേടിക്കുവാൻ കിട്ടും. അതിലും ഉണ്ടാക്കാം. ഈ ടൈപ്പ് ഗ്രീൻ പീസിന് അധികം വേവില്ല. പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇത് വാങ്ങി ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. ഉണങ്ങിയ ഗ്രീൻ പീസ് ആണെങ്കിൽ 10 മണിക്കൂർ കുതിർക്കാനിടുക. അതിനുശേഷം കുക്കറിൽ 5 വിസിൽ വരെ വേവിക്കണം. ഓരോ ചൂണ്ടൽ തയ്യാറാക്കുന്നതും ഓരോ തരം മസാലപ്പൊടി ഉപയോഗിച്ചാണ്. ഇതിനു മുമ്പ് നവരാത്രിയിലെ 6 ദിവസവും തയ്യാറാക്കിയ പലതരം ചൂണ്ടലിലും ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള മസാലപ്പൊടികളാണ് ചേർത്തത്. ഗ്രീൻ പീസ് ചൂണ്ടലിനുള്ള മസാല വറക്കുവാൻ ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക്, 1/4 കപ്പ് പച്ച നിലക്കടല, 1 വലിയ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/4 സ്പൂൺ കായം എന്നിവ ചേർത്ത് സിമ്മിൽ വറക്കുക. കടല മൂത്ത് വരാൻ 4-5 മിനിറ്റ് സമയമെടുക്കും. മസാല വഴന്നു വരുമ്പോൾ നല്ല മണം വരും. അതുപോലെ കളറും മാറും. ഈ സ്റ്റേജിൽ വാങ്ങി തണുക്കാൻ വയ്ക്കുക. നല്ലപോലെ തണുത്ത ശേഷം മിക്സി ജാറിലിട്ട് പൊടിച്ചു വയ്ക്കുക. ഇനി നമ്മൾക്ക് ചൂണ്ടൽ തയ്യാറാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യിലോ വെണ്ണയിലോ ചെയ്യുമ്പോൾ സ്വാദ് ഒന്നുകൂടി കൂടും. ഇത് എണ്ണയിലും ചെയ്യാം. നെയ്യിലേക്ക് 1/2 സ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 2 വറ്റൽമുളക് 2ആയി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. ഇനി ഇതിലേക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് ചേർക്കുക. ഫ്രീസറിൽ നിന്ന് എടുത്ത ശേഷം പെട്ടെന്ന് ചേർക്കാതെ 10 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം ചേർക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും 1/4 സ്പൂൺ ഉപ്പും ചേർത്ത് സിമ്മിൽ വേവിക്കുക. 3 മിനിറ്റ് കൊണ്ട് തന്നെ പീസ് വെന്ത് വരും. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പൊടിച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കുക. കുറച്ച് ഫ്രഷ് തേങ്ങ കൂടി ചേർത്താൽ നല്ല ടേസ്റ്റി പീസ് ചൂണ്ടൽ റെഡി. ഇത് 4 മണിക്ക് സ്നാക്സായും കഴിക്കാവുന്നതാണ്. അരമുറി നാരങ്ങ വേണമെങ്കിൽ പിഴിഞ്ഞു ചേർക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ഗ്രീൻ പീസ് ചൂണ്ടൽ ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ.
ഇന്നത്തെ 3 പ്രസാദങ്ങളും തയ്യാറായി. പുളിസാദം, കടലപ്പരിപ്പ് ചൊവ്വരി പായസം, ഗ്രീൻ പീസ് ചൂണ്ടൽ എന്നിവ ഭക്തി ആദരപൂർവ്വം ദേവിക്ക് സമർപ്പിക്കാം. മാ കാളരാത്രി ദേവി സകല ചരാചരങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ റെസിപ്പികൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതട്ടെ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.